നമസ്കാരം സുഹൃത്തുക്കളെ, ആൻ്റണിയാണ്. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് ലേ ലഡാക്കിലെ ലേയിലെ ഏറ്റവും വലിയ മാർക്കറ്റിലാണ്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോയാലോ? ലേയിലെത്തി ആദ്യ ദിവസം വൈകിട്ട് വരെ ഞങ്ങൾ റെസ്റ്റ് ചെയ്ത് വൈകിട്ടാണ് ഞങ്ങളൊരു വണ്ടി റെൻറ്റിനെടുത്ത് ഇവിടെ അടുത്തുള്ള ലേ മാർക്കറ്റിലേക്ക് ഞങ്ങൾ പോയത്. സമുദ്രനിരപ്പിൽ നിന്നും 11,500 അടി ഉയരത്തിലാണ് ലേ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയും നമ്മളിവിടെ എത്തുമ്പോൾ നമ്മൾ വരുന്ന സ്ഥലത്ത് ടെമ്പറേച്ചറും ലേയിലെ ടെമ്പറേച്ചറും തമ്മിൽ വളരെയധികം വ്യത്യാസമായതുകൊണ്ടും അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവും ഇവിടെ വളരെയധികം കുറവാണ്. അതുകൊണ്ട് ലേയിലേക്ക് വരുന്ന ഓരോ സഞ്ചാരികൾക്കും 2 ദിവസത്തെ റെസ്റ്റാണ് ഇവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ടെമ്പറേച്ചർ നാട്ടിൽ നിന്ന് വരുന്ന ഒരു ടെമ്പറേച്ചറുമായിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ ഏകദേശം എല്ലാ സ്റ്റേറ്റുകളിലെയും സഞ്ചാരികളെയും നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ മാർക്കറ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 6 മാസം മാത്രമാണ് ഇവരുടെ കച്ചവടം ഇവിടെ ഉണ്ടാകുന്നത്. കാരണം പിന്നീടുള്ള 6 മാസം ഇവിടെ മഞ്ഞ് വീഴ്ചയാൽ ഇവരാരും തന്നെ മാർക്കറ്റുകൾ അല്ലെങ്കിൽ കടകൾ ഓപ്പൺ ആക്കുന്നതല്ല. ക്ലേ മാർക്കറ്റിൻ്റെ സൈഡുകളിലൂടെയുള്ള ചെറിയ മാർക്കറ്റുകളിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതലായി നമ്മൾക്ക് കാണാൻ കഴിയുന്ന ബുദ്ധൻ്റെ പല രീതിയിലുള്ള ബുദ്ധൻ്റെ രൂപങ്ങളും അതുകൂടാതെ ടിബറ്റൻ ഫ്ലാഗിൻ്റെ പലതരത്തിലുള്ള കീ ചെയിനുകളും വലിയ കീ ചെയിൻ, ചെറിയ കീ ചെയിൻ, അങ്ങനെ പലതരത്തിലുള്ള കീ ചെയിനുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ എല്ലായിടത്തും തന്നെ കാണാൻ. വളരെ വലിയ ബുദ്ധൻ്റെ രൂപം മുതൽ വളരെ ചെറിയ ബുദ്ധൻ്റെ രൂപം വരെ ഇവിടെ പിക്ചറിൽ തീർത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലേ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ബുദ്ധൻ്റെ ചെറിയ രൂപം വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നി. ഇത് പ്രവർത്തിക്കുന്നത് സോളാറിലാണ്. ഇത് കാറിൻ്റെ മുന്നിലൊക്കെ വെച്ചാൽ വളരെയധികം മനോഹരമായിരിക്കും. ഹാൻഡ് മെയ്ഡായി നിർമ്മിച്ചിരിക്കുന്ന ബാഗുകളൊക്കെ നമ്മൾക്ക് ഇവിടുത്തെ മാർക്കറ്റുകളിൽ വളരെയധികം കാണാം. ಅದೇ ಗಂಟೆನೇ ಹೊಡಿಬೋದು, ಹಾಕ್ಬೋದಾಯ್ತಲ್ಲ. ನೋಡಿ ಇದೊಂಥರ ಡಿಫ್ರೆಂಟ್ ಆಗಿದೆ. ಗಂಟೆ ಗಂಟೆ ಅಂತ गाड़ी वो हवा के लिए, मतलब वो बेल जैसा है क्या वो वाला? ये तो डेकोरेशन के लिए सर, हवा के लिए ये ഏകദേശം ഒരു 8 മണിയോട് കൂടി തന്നെ ഇവിടുത്തെ മാർക്കറ്റുകളൊക്കെ അടച്ച് തുടങ്ങിയിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിനുള്ള തൊട്ട് ചേർന്നിട്ടുള്ളൊരു കടയാണ്. ഇവിടുത്തെ ഈ പയ്യനാണ് നമ്മുടെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വാങ്ങി വെച്ച് നിങ്ങൾ പോയിട്ട് വാ എന്നൊക്കെ നമ്മൾ പറഞ്ഞു വിട്ടത്. തൊപ്പി വയ്ക്കുമ്പോൾ തന്നെ അവൻ പറഞ്ഞിരുന്നു നിങ്ങൾ പോയിട്ട് വരുമ്പോൾ തന്നെ ഇവിടെ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങണമെന്ന്. ഞങ്ങൾ ഓക്കെ ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ഇങ്ങനെയൊരു കലം കണ്ടപ്പോൾ ഞങ്ങൾ അവനോട് ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെയൊരു സാധനമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇതൊരു ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് പറഞ്ഞു. എന്നാലും ഒന്ന് കുട്ടി കാണിച്ച് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ കുട്ടി കാണിച്ച് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കാണിച്ചു തന്നു. फ्लाइट में ये भी लेके जा सकता है ये, उसका भी इशू नहीं, लेकिन ये लगेज में ले जा सकता है। हाँ वही है, हैंड लगेज में नहीं जाएगा। ये तो आप कहीं भी डालिए। ये कितने का छोटा? कोई भी लीजिए सर, एक ही दाम आता है। ये देखिए കീ ചെയിനുകളുടെ ഒരു വമ്പൻ ശേഖരം തന്നെയാണ് ഇവിടെ ये मैंने ऑर्डर पे बनवाया है। രീതിയിലുള്ള കീ ചെയിനുകൾ ആണ് നമ്മൾ ഇവിടെ കാണാൻ കഴിയുന്നത്. अच्छा क्वालिटी, ये देखिए सेम है सर। कृष्णा, ये वैल्यू फॉर मनी है, एक नंबर है ये। ക്ലേ മാർക്കറ്റിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് മെയിനായിട്ടുള്ള ലേയിലെ മാർക്കറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ തുണിത്തരങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും ഏകദേശം എല്ലാ തരം സാധനങ്ങളും നമ്മൾക്ക് ഈ ലേ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് മേടിക്കാൻ കഴിയും.
ലഡാക്കിൻ്റെ വോട്ടിൻ്റെ ദിവസമായിരുന്നു ഇന്ന്. ഞങ്ങളിവിടെ വരുമ്പോൾ തന്നെ വളരെയധികം പട്ടാളക്കാർ അവിടെ ഇവിടെയായി ക്യാമ്പ് അടിച്ചിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. മാർക്കറ്റിൻ്റെ ഇതുപോലുള്ള ഇടവഴികളിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കും വളരെയധികം ചെറിയ ചെറിയ ഷോപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാ ഷോപ്പുകളിലും ഏകദേശം ഒരേപോലെ ഐറ്റം ആണെങ്കിൽ പോലും വളരെയധികം വെറൈറ്റീസ് ഉള്ള ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വോട്ടിൻ്റെ ദിവസമായിരുന്നിട്ട് പോലും ഇന്ന് വളരെയധികം ശാന്തമായൊരു ദിവസമായിരുന്നു. പക്ഷേ അത് മാർക്കറ്റിനെ ബാധിച്ചതായി തോന്നിയിരുന്നു. വളരെയധികം ആൾ തിരക്ക് കുറവാണ് ഇന്നിവിടെ. ലേ ഗ്രാമത്തിലെ ഒരു കൃഷിക്കാരിയാണ് നമ്മളിവിടെ ഇപ്പോൾ കാണുന്നത്. അവരവരുടെ വീട്ടിൽ വിളയിച്ച സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. ഞങ്ങൾ ഏകദേശം ഒരു 6 മണിയോട് കൂടിയാണ് മാർക്കറ്റിൽ എത്തിച്ചേർന്നത്. അന്നേരം ഇവിടെ വരുമ്പോൾ നല്ല പ്രകാശമുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഈ സ്ട്രീറ്റ് ലൈറ്റുകളുടെ പ്രകാശത്തോടു കൂടിയ ഈ മാർക്കറ്റുകൾ കാണാൻ വളരെ സൗന്ദര്യമായി തോന്നി. ഈ മാർക്കറ്റുകളുടെ ഏറ്റവും ബാക്കിലായി കാണുന്ന വലിയ മലനിരകളാണ്. ആ മലനിരകൾ ഇപ്പോൾ മഞ്ഞുകാലമല്ലാത്തത് കൊണ്ട് വളരെ ചെറിയ തോതിൽ മഞ്ഞാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. എന്നാൽ മഞ്ഞുകാലമാകുമ്പോൾ ഇവിടെ മഞ്ഞൊക്കെ വീണ് വളരെ സുന്ദരമായിരിക്കും നമ്മൾക്ക് കാണാനായിട്ട്. എനിക്കൊരു തൊപ്പി വാങ്ങണമായിരുന്നു. അങ്ങനെ ഞാൻ ഷോപ്പിൽ നിൽക്കുന്ന ആളോട് പറഞ്ഞു എനിക്കൊരു തൊപ്പി വേണം. അങ്ങനെ ആളെന്നെ ഈ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. അപ്പോഴാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. പുറത്തു നിന്നൊരു ചെറിയ ഷോപ്പായി തോന്നുമെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്തോറും അതിൻ്റെ ഉള്ളിൽ വീണ്ടും ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ട് എന്നത്. ഇവിടെയെല്ലാം തന്നെ ഡ്രസ്സുകളുടെ ഷോപ്പാണുള്ളത്. അതിൽ കൂടുതലും ഹാൻഡ് മെയ്ഡായിട്ടുള്ള തൊപ്പികളൊക്കെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഏതെങ്കിലും മതി. ലേ ലഡാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് എവിടെ നോക്കിയാലും നമുക്കൊരു ഫോട്ടോ ഫ്രെയിമായി നമുക്കിവിടെ കാണാൻ കഴിയും. എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും വളരെ സുന്ദരമായി തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് മാർക്കറ്റിനുള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നവരെ. മാർക്കറ്റിൻ്റെ എൻഡിലേക്ക് നീങ്ങുന്തോറും വളരെ മനോഹരമായി ദീപാലങ്കാരത്തോടു കൂടി നിലകൊള്ളുന്ന ഒരു മസ്ജിദ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെയുള്ള പ്രദേശവാസികളോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഒരു കാര്യം നമ്മൾക്കറിയാൻ കഴിഞ്ഞത്. വളരെ പുരാതനമായൊരു മസ്ജിദാണിത്. AD 1667 പണി കഴിക്കപ്പെട്ട ഒന്നാണിത്. മുഗൾ എംപററും ഒപ്പം ലഡാക്കിലെ റൂളറും കൂടി സംയുക്തമായി നിർമ്മിച്ച ഒരു മസ്ജിദാണ്. കയ്യിലേക്ക് കിട്ടിയിട്ടില്ലല്ലോ മൊത്തം. ഇവിടുത്തെ ഷോപ്പ് വളരെ ഒരു വെറൈറ്റിയായി തന്നെ ഞങ്ങൾക്ക് തോന്നി. ഇവിടുത്തെ ഐറ്റംസ് എല്ലാം തന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ആയിരുന്നു. ഇവിടുത്തെ ഈ കല്ലുകൾ തന്നെ ഇവിടുത്തെ പുഴകളിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പല ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ ലെതറിൻ്റെ
ഒറിജിനൽ ലെതറിൻ്റെ പല ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും. കല്ല് ചെയ്തേക്കണല്ലേ? ഇത് ഇവിടുത്തെ പ്രകൃതി കിട്ടിയ കല്ലാതെ ചെയ്തേക്കുന്നല്ല, ഇവിടുത്തെ പ്രകൃതിയുടെ കല്ലാണ്ട് അവമാനിൽ കിട്ടും കണ്ട കല്ല്. കല്ലുകൊണ്ട് ഗ്ലോബ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാമാണ് സുഹൃത്തുക്കളെ ലേ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.